നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. 90കളിൽ കരിയർ ആരംഭിച്ച സൂപ്പർതാരം അജിത്ത് ഇന്ന് എത്തി നിൽക്കുന്നത് സമാനതകളില്ലാത്ത ഒരു ഉയരത്തിൽ തന്നെയാണ്. തല എന്ന ആരാധകർ സ്നേഹത്തോടെ വിളിക്കുന്ന താരം തന്റെ സമകാലികരിൽ നിന്നും തീർത്തും വ്യത്യസ്തനാണ്. ചെയ്യുന്ന കഥാപാത്രങ്ങളിലും സിനിമകളിലും മാത്രമല്ല, അജിത്ത് വ്യത്യസ്തത പുലർത്തുന്നത് ഓഫ് സ്ക്രീനിലെ അജിത്തിന്റെ ജീവിതവും തീർത്ത് വ്യത്യസ്തമാണ്. സിനിമയ്ക്ക് പുറമെയുള്ള അജിത്തിന്റെ ജീവിതം എന്നും ആരാധകർക്ക് ആകാംക്ഷയുള്ള ഒന്ന് തന്നെയാണ്. ഇപ്പോഴത്തെ 13 വർഷത്തിന് ശേഷമുള്ള റേസിംഗ് ട്രാക്കിലെ തിരിച്ചുവരവ് ഗംഭീരമാക്കിയിരിക്കുകയാണ് നടൻ. 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന 24H ദുബായ് 2025 എന്ന കറേട്ട മത്സരത്തിൽ താരം 3ാമതായി ഫിനിഷ് ചെയ്തു. നേരത്തെ പരിശീലനത്തിനിടെ താരത്തിന്റെ കാർ അപകടത്തിൽപ്പെട്ടിരുന്നു. കാര്യമായ പരിക്കുകളൊന്നുമില്ലാത്തതിനാൽ റേസിംഗിൽ പങ്കെടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ ട്രാക്കിലെ വിജയത്തോടെ താരം ആരാധകരെ ആവേശഭരിതമാക്കിയിരിക്കുകയാണ്. അജിത്ത് 24H ദുബായ് റേസിംഗിൽ 3ാമതായി ഫിനിഷ് ചെയ്ത വിവരം അജിത്തിന്റെ മാനേജർ എക്സിലൂടെയാണ് അറിയിച്ചത്. 991 വിഭാഗത്തിൽ 3ാം സ്ഥാനം നേടിയതായും അപകടത്തിന് ശേഷമുള്ള ഉജ്ജ്വല തിരിച്ചുവരവാണെന്നും അദ്ദേഹം കുറിച്ചു. വിജയത്തിന് ശേഷം ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം സന്തോഷം പങ്കിടുന്ന രംഗങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. മകനെ കെട്ടിപ്പിടിക്കുന്നതും ഭാര്യയും നടിയുമായ ശാലിനിയെ ചുംബിക്കുന്നതും വീഡിയോയിലുണ്ട്. വികാരനിർഭരമായ നിമിഷങ്ങൾക്കാണ് ദുബായ് സാക്ഷ്യം വഹിച്ചത്. നേരത്തെ റേസിംഗ് പരിശീലനത്തിനിടെയാണ് അജിത്തിന്റെ കാറ് അപകടത്തിൽപ്പെട്ടത്. ദുബായ് എയറോഡ്രാമിൽ വെച്ചായിരുന്നു അപകടം. അപകടത്തിൽപ്പെടുമ്പോൾ അജിത്തിന്റെ കാറിന്റെ വേഗം മണിക്കൂറിൽ 180 കിലോമീറ്റർ ആയിരുന്നു. അതിവേഗത്തിൽ ചീറിപ്പായുമ്പോൾ കാർ ബാരിക്കേഡിൽ ഇടിക്കുകയായിരുന്നു. മുൻവശം തകർന്ന കാർ പലതവണ വട്ടം കറങ്ങിയ ശേഷമാണ് നിന്നത്. ഉടൻ തന്നെ രക്ഷാപ്രവർത്തകരെത്തി അജിത്തിനെ പുറത്താക്കി. 2002 റേസിംഗ് ട്രാക്കിലേക്ക് തിരിച്ചെത്തിയ അദ്ദേഹം ഇന്ത്യയിലെ നടന്ന വിവിധ ദേശീയ ചാമ്പ്യൻഷിപ്പുകളിൽ മത്സരിച്ചു. 2003 ഫോർമുല BMW ഏഷ്യ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുകയും മുഴുവൻ സീസണും പൂർത്തിയാക്കുകയും ചെയ്തു. 2004 ബ്രിട്ടീഷ് ഫോർമുല 3യിൽ പങ്കെടുത്തെങ്കിലും ജോലി സംബന്ധമായ കാര്യങ്ങളുണ്ടായിരുന്നതിനാൽ സീസൺ പൂർത്തിയാക്കാൻ സാധിച്ചില്ല. കുറച്ചു കാലം കാത്തിരുന്ന് പിന്നീട് 2010 യൂറോപ്യൻ ഫോർമുല 2 സീസണിൽ മത്സരിക്കാൻ അവസരം ലഭിച്ചു. പക്ഷെ അപ്പോഴും സിനിമയുമായി ബന്ധപ്പെട്ട കുറച്ച് മത്സരങ്ങളിൽ മാത്രമേ താരത്തിന് പങ്കെടുക്കാനായുള്ളൂ. റേസിംഗ് താരം മാത്രമല്ല, അജിത് കുമാർ റേസിംഗ് എന്ന റേസിംഗ് ടീമിന്റെ ഉടമ കൂടിയാണ്. ടീമിലെ സഹതാരങ്ങളായ മാത്യു ഡെട്രി, അതുപോലെ ഫാബിയൻ ഡയക്സ്, കാമറൂൺ മാക്ലിയോട്ട് എന്നിവരോടൊപ്പം കടുത്ത മത്സരം നടക്കുന്ന പോർഷെ 1991 ക്ലാസ്സിലാണ് അജിത്ത് മത്സരിച്ചത്. എന്തായാലും താരത്തിന്റെ വിജയം ആരാധകർ ഉൾപ്പെടെ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇത് അജിത്ത് അർഹിച്ചിരുന്നു എന്ന് തന്നെയാണ് ആരാധകർ പറയുന്നതും. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.